ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ ഡിസൈൻ ഓഫ് റൂഫ് ട്രസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഒരു ട്രസ് നിങ്ങൾക്ക് അറിയാം. അതിലെ കമ്പോണൻസ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് ട്രസ്സുകൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതില് നമുക്ക് മേജർ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തതാണ് ഒരു ട്രസ് മെമ്പർ അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ, ഇത് അടുത്തത് വേറൊരു ട്രസ് മെമ്പർ. ഓക്കെ, അടുത്തത് വേറൊരു ട്രസ് മെമ്പർ. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ട്രസ് മെമ്പറിനെയും ആക്ച്വലി കണക്ട് ചെയ്യുന്ന മെമ്പർ ആണ് ഈ പർലിൻസ്. ഓക്കെ, അത് ആക്ച്വലി ഒരു ബീമാണ്. ഈ ബീം ഏതൊക്കെ സ്ക്വയർ സെക്ഷൻസ് ഉപയോഗിക്കാം, ഐ സെക്ഷൻസ് ഉപയോഗിക്കാം, ആംഗിൾ സെക്ഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു പർലിന്റെ ആംഗിൾ സെക്ഷന്റെ ഡിസൈൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ബീമിന്റെ ഡിസൈൻ തന്നെയാണ് അതിൽ വരുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഡ് കാൽക്കുലേഷനിലാണ് വ്യത്യാസം. കാരണം റൂഫ് കൺസിഡർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ട്രസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൈൻഡ് ആണ് മെമ്പർ. അപ്പൊ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും. മാത്രമല്ല അതിൽ വിൻഡ് ലോഡിന്റെ ഒരു എഫക്റ്റും കൂടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ എന്താണോ ബീമിന്റെ ഡിസൈൻ പഠിച്ച് അത് തന്നെയാണ് ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ ആംഗിൾ സെക്ഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് മാത്രം. ഈ ഒരു ബീം, ഈ ഒരു പർലിൻ, ഈ ട്രസ് മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു പർലിൻ ഒരു ആംഗിൾ മെമ്പർ ആണ്. അതായത് ആംഗിൾ സെക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, ഈക്വൽ ആംഗിൾസ് ഉണ്ട്, അൺഈക്വൽ ആംഗിൾസ് ഉണ്ട്. ISA എന്ന് നൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ സെക്ഷൻ ഉപയോഗിച്ചുള്ള ഡിസൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ, റൂഫ് ട്രസിന്റെ കേസിൽ എന്താണ് മാറ്റം വരുന്നത്? ഇതിൽ വരുന്ന ലോഡുകളാണ്. ഓക്കെ, നമുക്ക് മറ്റു ബീമുകളെ പോലെ തന്നെ പക്ക ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മെമ്പർ അല്ല ട്രസ് മെമ്പേഴ്സ്. കാരണം ഇൻക്ലൈൻഡ് ആണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ വിൻഡ് ലോഡിന്റെ എഫക്റ്റും കൂടി കൺസിഡറബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ മേജർ ആയിട്ട് നമുക്ക് ലോഡ് കാൽക്കുലേഷൻ ആണ് ഇതിൽ കുറച്ചുകൂടി സ്റ്റെപ്പുകൾ ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്ത പോലെ ബീമിന്റെ തന്നെ നമുക്ക് വേണ്ട ZP റിക്വയർഡ് കണ്ടുപിടിക്കുക, ഒരു സെക്ഷൻ ചൂസ് ചെയ്യുക, അതിന്റെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്തും ബെൻഡിങ് സ്ട്രെങ്ത്തും കൂടെ ചെക്ക് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ്. ഓക്കെ, അതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇതിലൊരു വ്യത്യാസം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇതിൽ മേജർ ആയിട്ട് ഈ മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ തന്നെ ഡെഡ് ലോഡും ലൈവ് ലോഡും നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഡെഡ് ലോഡും ലൈവ് ലോഡും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, മേജർ ആയിട്ട് വരുന്ന ലോഡുകൾ ഏതൊക്കെയാണ്? ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്. എർത്ത് ലോഡ്, എറക്ഷൻ ലോഡ്, സ്നോ ലോഡ് നമ്മൾ സിലബസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്. അപ്പൊ ഡെഡ് ലോഡ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പിന്നെ ലൈവ് ലോഡ് വരും, വിൻഡ് ലോഡ്. അപ്പൊ ഈ 3 ലോഡ് കൂടി കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ലോഡ്സ് എല്ലാം നമ്മൾ ഏത് ഡിസൈൻ പ്രൊസീജിയറിന്റെയും ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കാൽക്കുലേഷൻ ആണല്ലോ. ഈ ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഡിസൈൻ പ്രൊസീജിയറിലോട്ട് കടക്കുന്നത്. പിന്നെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു, നമ്മൾ ZP റിക്വയർഡ് കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ സെക്ഷൻ ചൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ആംഗിൾ പർലിൻ നമ്മൾ ഡിസൈൻ ചെയ്യും. നോർമലി ഈ കംപ്ലീറ്റ് സ്റ്റെപ്പുകളുള്ള ക്വസ്റ്റ്യൻസ് റയർ ആണ്. ഡിസൈൻ ചെയ്യാൻ ചോദിച്ചാൽ റയർ ആണ്. ഒന്നല്ലെങ്കിൽ ലോഡ് കാൽക്കുലേഷൻ മാത്രം, അല്ലെങ്കിൽ ലോഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസൈൻ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഡ് മാത്രമാണ് ചോദിക്കാറ്. സ്ഥിരമായിട്ട് ഇതിന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അത് ഒരു വിൻഡ് ലോഡിന്റെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിൻഡ് ലോഡിൽ മേജർ ആയിട്ട് നമുക്ക് ഏതൊക്കെയുള്ളത്? ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്, വിൻഡ് ലോഡ് ഉണ്ട്. ഓക്കെ, റൂഫ് ട്രസ്സിലില്ല ലോഡിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്. ഓക്കെ, അപ്പൊ ആദ്യം അതിൽ ഡെഡ് ലോഡ്സിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഡെഡ് ലോഡും ലൈവ് ലോഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് വിൻഡ് ലോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡെഡ് ലോഡ് നമ്മൾ പറഞ്ഞു സെൽഫ് വെയിറ്റ് ഓഫ് റൂഫിംഗ്. അത് ഷീറ്റിംഗ്, AC ഷീറ്റിംഗ് ആണെങ്കിൽ അത് 170 to 200 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മൾ നോർമലി ഒരു 200 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒക്കെ അസ്യൂം ചെയ്താൽ മതി. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പം 200 അസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ,
GA ഷീറ്റിംഗ് ആണെങ്കിൽ 100 to 150 മാക്സിമം എടുക്കാം, 150 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ യൂസ് ചെയ്യാം. സെൽഫ് വെയിറ്റ് ഓഫ് പർലിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 100 to 120 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് 100 ചൂസ് ചെയ്യാം, 120 എനിവേ 100 ചൂസ് ചെയ്യുന്നവർക്ക് ഒന്നുകൂടി കാൽക്കുലേഷൻ എടുക്കും. സെൽഫ് വെയിറ്റ് ഓഫ് ബ്രേസിംഗ് 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ബ്രേസിംഗ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി സെൽഫ് വെയിറ്റ് ഓഫ് ട്രസ്. ട്രസിന്റെ സെൽഫ് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് മെത്തേഡ് ആണുള്ളത്. ഒന്ന് സ്പാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്പാൻ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 20 + 6.6 L. സ്പാൻ സ്പേസിംഗ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 × L/3 + 5 × S/4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നിങ്ങൾക്കറിയാം ആ സ്പാന് സ്പേസിംഗ് തന്നിട്ടുള്ളതാണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, സ്പേസിംഗ് എന്താണെന്ന് അറിയാം, രണ്ട് ട്രസ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്പേസിംഗ്. ഇനി ലൈവ് ലോഡ്. ലൈവ് ലോഡ് നമ്മൾ ആംഗിൾസ് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പ് ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് 750 - 20 × θ - 10 degree. നമ്മൾ ഇന്നലെ IS കോഡിൽ കണ്ടു അല്ലേ, 750 അല്ലെങ്കിൽ 0.75 kN per meter square ആണ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാത്ത റൂഫിൽ ലൈവ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് 10 ഡിഗ്രി സ്ലോപ്പ് വരെ ഉള്ളൂ. ഓരോ ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്നതിനും 10 ഡിഗ്രിക്ക് മുകളിൽ ഓരോ ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്നതിനും 0.02 kN per meter square അതിൽ നിന്ന് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10ന്റെ താഴെയുള്ളതൊന്നും കൺസിഡർ ചെയ്യണം. 10ന് താഴെയുള്ളതെല്ലാം 750, ബാക്കിയുള്ളതിന് 10ന് മുകളിലുള്ള കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ലൈവ് ലോഡ് ഓൺ റൂഫ് ആണ് നമ്മൾ പറഞ്ഞത്. ആ റൂഫിന്റെ കുറച്ച് പോർഷനെ ട്രസ്സിലോട്ട് വരുള്ളൂ. അത് 2/3 ഓഫ് ലൈവ് ലോഡ് ഓൺ റൂഫ് ആണ് ലൈവ് ലോഡ് ഓഫ് ട്രസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് വിൻലോഡിലേക്കാണ്. അപ്പോൾ ഇത് എപ്പോഴും വിൻലോഡ് കുറച്ചുകൂടി സ്റ്റെപ്പുകൾ കൂടുതലുണ്ട്. കാരണം ഇതിൽ ഈ സിലബസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിൻലോഡ് കണ്ടുപിടിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതലുണ്ട്, എങ്കിലും വളരെ സിമ്പിൾ ആണ്. ഇതെല്ലാം കോഡിൽ ഇതിൽ വാല്യൂസും കാര്യങ്ങളും പിക്ക് ചെയ്യാനുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ കോഡിലുണ്ട്. ഓക്കെ, ഇക്വേഷൻസ് ഉണ്ട്, വാല്യൂസും കോഡിലുണ്ട്. അതിന് കാര്യങ്ങൾ പിക്ക് ചെയ്യുക, പേജുകൾ അറിഞ്ഞിരിക്കുക, ഏതൊക്കെ ടേബിളുകളാണ് റെഫർ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും മനസ്സിൽ വേണം ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡെഡ് ലോഡും ലൈവ് ലോഡും വിൻ ലോഡും കണ്ടുപിടിച്ച് ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഡിസൈൻ സ്റ്റെപ്പിലോട്ട് പോകാൻ. അപ്പൊ ലോഡ് കാൽക്കുലേഷൻ ആണ് ഇതിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ വിൻ ലോഡ് ഓൺ റൂഫ്, ഇതിന് മെയിൻ ആയിട്ട് IS 875 പാർട്ട് 3യിലാണ് വിൻഡ് ലോഡ് നമ്മൾ റെഫർ ചെയ്യുന്നത് അല്ലെ. IS 875ന് 5 പാർട്ടുകളുണ്ട് നമ്മൾ പറഞ്ഞു. പാർട്ട് 1 ഡെഡ് ലോഡ്, പാർട്ട് 2 ലൈവ് ലോഡ്, പാർട്ട് 3 വിൻ ലോഡ്, പാർട്ട് 4 സ്നോ ലോഡ്, പാർട്ട് 5 ലോഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ആക്സിഡന്റൽ ലോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് 3യിലാണ് മേജർ ആയിട്ട് വിൻ ലോഡ് ഉള്ളത്. പാർട്ട് 3 കുറച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ പാർട്ട് 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ കോഡ് ബുക്ക് ബൈൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും. ഓരോ പാർട്ടിനും സെപ്പറേറ്റ് പേജ് നമ്പർ ആണ്. അപ്പൊ പാർട്ട് 3 തുടങ്ങുന്നത് 1 എന്നുള്ള പേജ് നമ്പറിലാണ്, പാർട്ട് 1 തുടങ്ങുന്ന ഓരോന്നും സെപ്പറേറ്റ് പേജ് നമ്പർ ആണ്. അപ്പൊ ഏത് പേജ് നമ്പർ പറയുമ്പോൾ ഏത് പാർട്ട് ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, അല്ലാതെ വേറെ പാർട്ടിൽ കയറിയിട്ട് പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ളത് കിട്ടും. ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആണ്, ഓരോന്നും ഓരോ IS കോഡാണ്. പക്ഷെ നോർമലി അത് മൊത്തം ഒരുമിച്ച് ബൈൻഡ് ചെയ്തിട്ടാണ് തരാറെന്ന് മാത്രം. ഓക്കെ, അപ്പോ വിൻഡ് ലോഡ്, റൂഫ് ട്രസ്സിൽ വരുന്ന വിൻഡ് ലോഡ്, നമുക്ക് ലൈവ് ലോഡിന്റെ ഡെഡ് ലോഡ് ഒക്കെ കിട്ടി. വിൻഡ് ലോഡ് കണ്ടുപിടിക്കാൻ കുറച്ച് ടേംസുകൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ബേസിക് വിൻഡ് സ്പീഡ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ബേസിക് വിൻഡ് സ്പീഡ് അതാണ് VB, V സഫിക്സ് B, ബേസിക് വിൻഡ് സ്പീഡ്. ദെൻ അടുത്ത് കണ്ടുപിടിക്കുന്നത് ഡിസൈൻ വിൻഡ് സ്പീഡ് VZ. ഈ Z എന്നുള്ളതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ്, ഹൈറ്റ്. ഓക്കെ, ഡിസൈൻ വിൻഡ് പ്രഷർ, വിൻഡ് പ്രഷറിന്റെ ഡിസൈൻ വിൻഡ് പ്രഷർ PD. ദെൻ വിൻഡ് ലോഡ് ഓൺ റൂഫ്. വിൻഡ് ലോഡ് ഓൺ റൂഫ് അത് നമ്മൾ ലോഡ് പ്രഷറിലാണ് പറയാ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നോർമലി പറയുക. ഓക്കെ, അതാണ്, ഇത്രയുമാണ് ഇതിൽ വരുന്ന പോർഷൻസ്. ഇതിൽ വരുന്ന ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. ആദ്യം ബേസിക് വിൻഡ് സ്പീഡ് കാണും, പിന്നെ ഡിസൈൻ വിൻഡ് സ്പീഡ് കാണും, അതിൽ നിന്ന് ഡിസൈൻ വിൻഡ് പ്രഷർ കാണും, അതിൽ നിന്ന് വിൻഡ് ലോഡ് ഓൺ റൂഫ് കാണും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ബേസിക് വിൻഡ് സ്പീഡ്, ഇതെല്ലാം കോഡിലുള്ളതാണ്. ഈ A to Z കോഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് റെഫർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ ടേബിളുകളാണ് റെഫർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബൈ ഹാർട്ട് ചെയ്താൽ നന്നാവും, പക്ഷെ ബൈ ഹാർട്ട് അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ അത്ര വലിയ ഇക്വേഷൻസ് ഒന്നും ഇല്ല. പക്ഷെ ഈ കോഡിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് പിക്ക് ചെയ്തെടുക്കേണ്ടത്, കോഡിന്റെ സഹായം ഇല്ലാതെ അത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല.
കാരണം ഒരുപാട് വാല്യൂസ് പിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ബേസിക് വിൻഡ് സ്പീഡ് നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് സിറ്റികളുടെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളുടെയും ബേസിക് വിൻഡ് സ്പീഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് IS 875 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേജ് നമ്പർ പേജ് നമ്പർ 9 പേജ് നമ്പർ 9 ഇങ്ങനെ ഒരു ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അത്ര ക്ലിയർ ആയിക്കോണമെന്നില്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്നാണ് ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളും ഉള്ളത്. ബേസിക് വിൻഡ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്, ഓരോ വാല്യൂ മീറ്റർ പെർ സെക്കൻഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് റെഫർ ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അപ്പൻഡിക്സ് എ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇതിനുണ്ട്. അപ്പൻഡിക്സ് എ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ ഓരോന്നിന്റെ വാല്യൂ ആയിട്ട് തന്നെ ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ മേജർ ആയിട്ട് വരുന്ന സിറ്റീസ് എല്ലാം ഉണ്ട്. ഡൽഹി ഇങ്ങനെ ക്യാപിറ്റൽ, ഓരോ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽസും പിന്നെ മേജർ സിറ്റീസും, കാലിക്കറ്റ് ഒക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പൊ അത് അപ്പൻഡിക്സ് എ ഒന്ന് നോക്കാം. അപ്പൻഡിക്സ് എ എന്ന് പറയുന്നത് IS 875 പാർട്ട് 3 പേജ് നമ്പർ 53 ആണ്. പാർട്ട് 3 പേജ് നമ്പർ 53 ആണ്. അത് ഓർത്ത് വെക്കുക. അത് സൈഡിൽ ഇല്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് മേജർ സിറ്റീസ്. ടൗൺ ആഗ്ര, അഹമ്മദാബാദ്, അജ്മീർ, അൽമോറ, അമൃത്സർ, ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ഒരു പേജ് മൊത്തം ഉണ്ട്, വിശാഖപട്ടണം വരെ ഉണ്ട്. അതില് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ബേസിക് വിൻഡ് സ്പീഡിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോ നോർമലി നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഡൽഹിനെ പറഞ്ഞിട്ടുള്ളതാണ്. ഡൽഹിന്റെ വാല്യൂ 47 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബേസിക് വിൻഡ് സ്പീഡ്. കാലിക്കറ്റിൻ്റെത് 39 മീറ്റർ പെർ സെക്കൻഡ് ആണ് നോർമലി വരുന്ന ബേസിക് വിൻഡ് സ്പീഡ്. അതായത് ഓരോ റീജിയനിൽ വരുന്ന വിൻഡിന്റെ സ്പീഡാണ്. നമുക്കറിയാം ഓരോ ട്രോപ്പിക് മാറുക അല്ലെങ്കിൽ ടെറൈൻ മാറുന്നതിനനുസരിച്ച് കാറ്റിന്റെ വേഗതയിൽ വ്യത്യാസങ്ങൾ വരും അല്ലേ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതാണ് ലൊക്കേഷൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് വിൻഡ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഡിസൈൻ വിൻഡ് സ്പീഡ്. ഡിസൈൻ വിൻഡ് സ്പീഡ് ആണ് ഇതിൽ കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യാനുള്ളത്. ഡിസൈൻ വിൻഡ് സ്പീഡിന് ഇതിൽ IS കോഡിൽ തന്നെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഡിസൈൻ വിൻഡ് സ്പീഡിന് വേണ്ടിയിട്ട് ഇക്വേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ബേസിക് വിൻഡ് സ്പീഡ് ദെൻ ഡിസൈൻ വിൻഡ് സ്പീഡ് പേജ് നമ്പർ 8. പേജ് നമ്പർ 8 ഡിസൈൻ വിൻഡ് സ്പീഡ് നൊട്ടേറ്റ് ചെയ്യുന്നത് V സഫിക്സ് Z ആണ്. Z. ഓക്കെ, അതിന്റെ VZ ഈക്വൽ ടു VB ഇൻറ്റു K1 K2 K3. VZ ഈക്വൽ ടു VB ഇൻറ്റു K1 K2 K3. അതായത് ബേസിക് വിൻഡ് സ്പീഡിനെ കുറച്ച് കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ വിൻഡ് സ്പീഡുകൾ കിട്ടും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ കോഎഫിഷ്യന്റ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, VZ equal to K1 K2 K3 into VB, where K1 is risk coefficient, K2 terrain height and structure size factor, K3 topography factor. Okay, ഇത് K1 എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓരോ ഫീച്ചർ അനുസരിച്ചുള്ളതാണ്. K1 എന്ന് പറഞ്ഞാൽ റിസ്ക് കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിസ്ക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ്, അതിന്റെ ലൈഫ് സ്പാൻ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റിസ്ക് കോഎഫിഷ്യന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈഫ് സ്പാൻ. ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ചില നോർമൽ ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ, ചില ഷെഡുകൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന, അതിനൊക്കെയാണ് കൂടുതൽ വിൻഡിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ. ഉണ്ടാക്കിയ സ്ട്രക്ചറുകൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് K1ന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ. ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ഭൂമിയുടെ അവസ്ഥ അല്ലെ. ടെറൈൻ അതായത് സിറ്റി ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒബ്സ്ട്രക്ഷൻസ് കുറവുള്ള സ്ഥലങ്ങളാണ്. ഒരു ബിൽഡിംഗ് അതിന് ചുറ്റുമുള്ള ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും തോറും എന്താണ് വിൻഡിന്റെ സ്പീഡിലൊക്കെ മാറ്റങ്ങൾ വരുമല്ലോ അല്ലെ. അപ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് അതിന് ചുറ്റും ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ, അതിന് വേറൊരു ടെറൈൻ ആണ്. അടുത്തത് കുറച്ചുകൂടി ഒബ്സ്ട്രക്ഷൻ ഉള്ളത്, പിന്നെ ഒന്നുകൂടി നല്ല ഒബ്സ്ട്രക്ഷൻ ഉള്ളത്, പിന്നെ സിറ്റി പോലത്തെ ഹെവി ഒബ്സ്ട്രക്ഷൻസ് ഉള്ള വലിയ ടോൾ ബിൽഡിങ്ങുകൾ ചുറ്റുമുള്ള ഏരിയകൾ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ടെറൈൻ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് K2 പറയുന്നത്.
അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മാറുന്നതിനനുസരിച്ചും വിൻഡിന്റെ എഫക്റ്റ് വ്യത്യാസങ്ങൾ വരും അല്ലേ. ഇപ്പോ ടോൾ ബിൽഡിങ്ങിന്റെ കേസുകൾ, ഹൈ റൈസ് ടോൾ ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോറി, നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ കാണുന്ന ബിൽഡിങ്ങുകളല്ല, അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റോറി ലെവലുകൾ വരുന്ന, പ്രത്യേകിച്ച് വലിയ വലിയ ടോൾ ബിൽഡിങ്സ്, ബുർജ് ഖലീഫ പോലത്തെ ബിൽഡിങ്ങുകളിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന ലോഡ് എന്ന് പറയുന്നത് വിൻഡ് എഫക്റ്റ്. ഓക്കെ, വിൻഡിന്റെ ഓവർ ടേണിംഗ് എഫക്റ്റുകളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ഡിസൈനുകളെല്ലാം, നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്ന ഡിസൈനുകളൊക്കെ അതിൽ വരുന്ന ഡെഡ് ലോഡ് ലെവലോഡ് തന്നെയാണ് പ്രിഡോമിനന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഒരു ടോൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൈ റൈസ് ബിൽഡിങ്ങുകളുടെ കേസിൽ വിൻഡിന്റെ എഫക്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഡിസൈനിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വിൻഡ് ലോഡിനാണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മേജർ ഒരു ഫാക്ടർ ആണ് വിൻഡിന്റെ കേസിൽ. ഓക്കെ, ദെൻ സ്ട്രക്ചർ സൈസ് ഫാക്ടർ. സ്ട്രക്ചർ സൈസ് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് എത്രയുണ്ട്, അതായത് ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും അതിന്റെ ഡയമെൻഷൻ എങ്ങനെയൊക്കെയാണ്, അതായത് ലെങ്ത് എത്രയുണ്ട്, വിഡ്ത്ത് എത്രയുണ്ട്, ഹൈറ്റ് എത്രയുണ്ട് അല്ലെ. ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഡയമെൻഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ഫാക്ടറിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് K2 ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ടെറൈന്, ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ. ഇത് 3 കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ K2ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ടോപ്പോഗ്രാഫി ഫാക്ടർ, K3 എന്ന് പറയുന്നത് ടോപ്പോഗ്രാഫി ഫാക്ടർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ വിൻഡിന്റെ ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഹൈ റേഞ്ചിലാണോ ലോ റേഞ്ചിലാണോ തുടങ്ങിയ അനുസരിച്ച് നമുക്ക് വിൻഡിന്റെ ആംഗിളും കാര്യങ്ങളൊക്കെ മാറും. ഇതിൽ വിൻഡ് വന്ന് അടിക്കുന്ന അപ്പ് വിൻഡിന്റെ ഡയറക്ഷനും കാര്യങ്ങളും മാറും. അതിനനുസരിച്ചാണ് ടോപ്പോഗ്രാഫി ഫാക്ടർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് ഏതൊക്കെ ടേബിളുകൾ റെഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ നമ്മളെ എയിം എന്താണ്? ഡിസൈൻ വിൻഡ് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലെ. ഡിസൈൻ വിൻഡ് സ്പീഡ് VZ = K1 K2 K3 × VB. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ റിസ്ക് കോഎഫിഷ്യന്റ് K1 കണ്ടുപിടിക്കും. ഓക്കെ, depending upon the importance of the building and basic wind speed, IS 875 gives some values of K1 based on an equation. ഒരു ഇക്വേഷൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇക്വേഷൻ ആണ്. നമുക്ക് ഇക്വേഷന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടേബിൾ 1ൽ നിന്നാണ് നമ്മൾ K1ന്റെ വാല്യൂസ് എടുക്കുന്നത്. ഓക്കെ, റിസ്ക് കോഎഫിഷ്യന്റിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ആണ് ക്ലോസ് 5.3.1 പേജ് 8 പാർട്ട് 3 ആണ്. ഇതെല്ലാം IS 875 പാർട്ട് 3 ആണ്. അതിൽ റിസ്ക് കോഎഫിഷ്യന്റിനെ കുറിച്ച് പറയുന്ന ക്ലോസ് ആണ് 5.3.1 റിസ്ക് കോഎഫിഷ്യന്റ് K1 ഫാക്ടർ അല്ലെ. അതിന്റെ വാല്യൂസ് കൊടുത്തിട്ടുള്ളത് അടുത്ത പേജിൽ ടേബിൾ 1ലാണ്, പേജ് നമ്പർ 11. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഇക്വേഷൻ ആണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് വലിയ ഇക്വേഷൻ ആണ്, നമുക്ക് ഇതിന്റെ യൂസ് ഇല്ല, നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ വാല്യൂസ് ആ ഇക്വേഷൻ ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്ത വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ക്ലാസ് ഓഫ് സ്ട്രക്ചർ, സ്ട്രക്ചറിന്റെ ക്ലാസ് ഏതാണ്, മീൻ പ്രോബബിൾ ഡിസൈൻ ലൈഫ് ഓഫ് സ്ട്രക്ചർ ഇൻ ഇയേഴ്സ്, ഒരു എത്ര വർഷമാണ് അതിന്റെ ഡിസൈൻ ലൈഫ്, ദെൻ അതിന്റെ K1 ഫാക്ടർ ബേസ്ഡ് ഓൺ വിൻഡ് സ്പീഡ്. നമ്മൾ പറഞ്ഞു ഡിസൈൻ വിൻഡ് സ്പീഡും പിന്നെ ജനറൽ ക്ലാസ് ഓഫ് സ്ട്രക്ചറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് K1 ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ ജനറൽ ബിൽഡിംഗ് ആൻഡ് സ്ട്രക്ചേഴ്സ്, എല്ലാ ജനറൽ ബിൽഡിംഗും സ്ട്രക്ചേഴ്സും. അപ്പൊ നമുക്ക് ഇത് കോമൺ ആയിട്ട് നമുക്ക് വരുന്ന കേസാണ്, ഇതാണ് നമ്മൾ നോർമലി എടുക്കാറ് ഈ ഒരു കേസ്. ഓക്കെ, അതിൽ ലൈഫ് സ്പാൻ 50 ഇയേഴ്സ് ആണ്. നമ്മൾ നോർമലി ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്കൊക്കെ ഇതാണ് 75 ഇയേഴ്സ്, 75 to 100 ഇയേഴ്സ് അല്ലെങ്കിൽ 50 to 75 ഇയേഴ്സ് ഒക്കെയാണ് നമ്മൾ ലൈഫ് സ്പാൻ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അതിൽ ഡിസൈൻ വിൻഡ് സ്പീഡ് കറസ്പോണ്ടിങ് ആയിട്ട് K1ന്റെ വാല്യൂ ഉണ്ട്. ഇത് എല്ലാം 1 ആണ്, നോർമലി എല്ലാം K1ന്റെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, ഇനി അടുത്തൊരു കേസുകൾ ടെമ്പററി ഷെഡ് സ്ട്രക്ചർ സച്ച് ആസ് ദോസ് യൂസ്ഡ് ഫോർ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ. അതായത് നമ്മൾ സൈറ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കുന്ന ചില സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ സൈറ്റിന് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില സീറ്റ് പൈലുകൾ അല്ലെങ്കിൽ ബൗണ്ടറി വാൾസ്, അത് നമ്മൾ പിന്നീട് റിമൂവ് ചെയ്യും. അത്തരം ഇതിനാണ് ഈ K1 ഫാക്ടർ ഉപയോഗിക്കുന്നത്. ദെൻ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് പ്രസന്റിംഗ് ലോ ഡിഗ്രി ഓഫ് ഹസാർഡ് ടു ലൈഫ്, നമുക്ക് ഒരു ലൈഫിന് ഹസാർഡൊന്നും ഉണ്ടാക്കാത്ത, വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ട്രക്ചേഴ്സ്, ഇതൊന്നും നമുക്ക് അങ്ങനെ വരാത്ത കേസുകളാണ്, റയർ കേസുകളാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഹോസ്പിറ്റൽ, കമ്മ്യൂണിക്കേഷൻ ബിൽഡിംഗ്, ടവർ, പവർ പ്ലാന്റ്, അത് ഹെവി ആയിട്ടുള്ള ബിൽഡിങ്ങുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിന്റെ ലൈഫ് സ്പാൻ ഏകദേശം 100 ഇയേഴ്സ് ആണ്. അതിലും ഏകദേശം 1നോട് അടുത്ത വാല്യൂ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് K1 എന്ന് പറയുന്ന റിസ്ക് കോഎഫിഷ്യന്റ് നമ്മൾ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്തത്. നോർമലി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിലെല്ലാം K1ന്റെ വാല്യൂ 1 ആണ്, എങ്കിലും നമ്മൾ അത്
പ്രത്യേകം എടുത്ത് എഴുതണം. ഫ്രം ടേബിൾ 1 ഫോർ ബേസിക് വിൻഡ് സ്പീഡ് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് K1 ഈസ് 1 എന്ന് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ K1 ന്റെ വാല്യൂ റിസ്ക് കോഎഫിഷ്യന്റ്. ദെൻ അടുത്തതാണ് ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ. ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ K2. നമ്മൾ പറഞ്ഞു K2 ന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ടെറൈൻ, ഏത് ടെറൈനിലാണോ അതുള്ളത്, പിന്നെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, പിന്നെ സൈസ് ഓഫ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ ക്ലാസ് സൈസ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡയമെൻഷൻ എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ IS 875 പറയുന്നുണ്ട്. അതിന്റെ ക്ലോസ് ആണ് 5.3.2. ഓക്കെ, 5.3.2 ഇവിടെയാണ് ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ K2 ഫാക്ടറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇതിലും ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 12 ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ K2 ഫാക്ടർ എടുക്കുന്നത്. ഇതിൽ K2 ഫാക്ടർ ആണ് നമുക്ക് കുറച്ചുകൂടി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് 1 ആയിട്ട് വരുന്നതാണ്. അപ്പൊ K2 ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ആ K2 ഫാക്ടറിന്റെ ടേബിൾ. ഓക്കെ, ഈ ടേബിൾ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ ടേമുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഹൈറ്റ് നമുക്ക് നോർമലി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്. അതിന്റെ മുകളിലാണല്ലോ നമ്മൾ റൂഫ് പണിയുന്നത്. ഓക്കെ, ഹൈറ്റ് നോർമലി നമ്മൾ പറയാം എവിടെയാണ് റൂഫിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലോട്ട് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് പറയാം. ഈവ് പോയിന്റ് എന്ന് പറയും. ആ പോയിന്റിലോട്ടുള്ള ഹൈറ്റ് ആണ് നമ്മൾ നോർമലി പറയാം. ദെൻ ഇവിടെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 അങ്ങനെ ടെറൈൻ കാറ്റഗറി 4 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും 3 ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇതിലെ ക്ലാസ്സുകൾ എന്നാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ എന്താണ് കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെറൈനെ ബേസ് ചെയ്തിട്ടാണ്. IS കോഡ് 4 കാറ്റഗറി ടെറൈൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഡയമെൻഷൻ വെച്ചിട്ട് 3 ക്ലാസ്സുകളും IS കോഡ് പറയുന്നുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C. അപ്പോൾ നമ്മളെ പർട്ടിക്കുലർ ബിൽഡിംഗ് ഏത് കാറ്റഗറിയിൽ വരുന്നുണ്ട്, ഏത് ക്ലാസ്സിൽ വരുന്നുണ്ട് നോക്കിയിട്ട് വേണം, പിന്നെ അതിന്റെ ഹൈറ്റും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, K2 ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 അങ്ങനെ 4 കാറ്റഗറി എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, corresponding to a particular category of terrain, class of building and height of building, different values of K2 are given in table. അപ്പോൾ എന്താണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ടെറൈൻ ആണ്. അപ്പോൾ IS കോഡിൽ അവിടെ ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലോസിന്റെ താഴെ ഉണ്ട് എന്താണ് കാറ്റഗറി 1 എന്നുള്ളത്. ഈ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറൈനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ചുറ്റുപാടും ഉള്ള ഒബ്സ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 to ലാസ്റ്റിലോട്ട് പോകുന്നത് 1 എന്ന് പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ കുറവുള്ളത്, 2 കുറച്ചുകൂടി കൂടുതലുള്ളത്, 3 ഒന്നുകൂടെ കൂടുതലുള്ളത്, 4 നല്ല ഹെവി ഒബ്സ്ട്രക്ഷൻസ് ഉള്ളത്. ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ചുറ്റും ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട്, പക്ഷെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു ഒബ്സ്ട്രക്ഷൻ അല്ല അല്ലെ. കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ വിൻഡ് അടിക്കുന്നതിന് കൂടുതൽ ഒബ്സ്ട്രക്ഷൻസ് ആയി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാറ്റഗറി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് ഓപ്പൺ ടെറൈൻ, ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ടെറൈൻ ആണ്, with few or no obstruction and in which average height of any object surrounding the structure is less than 1.5 meter. അതായത് അതിന് ചുറ്റും എന്താണ് ഒബ്സ്ട്രക്ഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് മാത്രമല്ല, അതിന്റെ ഹൈറ്റ് ആവറേജ് ഹൈറ്റ് 1.5 മീറ്ററിനേക്കാളും താഴെയുള്ള ചെറിയ ചെറിയ ഒബ്സ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ആ ബിൽഡിംഗ് ഹെവിലി എക്സ്പോസ്ഡ് ടു വിൻഡ് ആണ് അല്ലെ, നന്നായിട്ട് വിൻഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, ആ ഒരു ടെറൈൻ ആണ് ആ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടെറൈനിലാണ് ആ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അർത്ഥം. അതാണ് കാറ്റഗറി 1 ടൈപ്പ്, കാറ്റഗറി 1. ഓക്കെ, ദെൻ കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒബ്സ്ട്രക്ഷൻസ് കൂടി, ഓപ്പൺ ടെറൈൻ വിത്ത് വെൽ സ്കാറ്റർഡ് ഒബ്സ്ട്രക്ഷൻസ് അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റർഡ് ആയിട്ട് കിടക്കുന്ന ഒബ്സ്ട്രക്ഷൻസ് ഹാവിംഗ് ഹൈറ്റ് ജനറലി ബിറ്റ്വീൻ 1.5 മീറ്റർ ആൻഡ് 10 മീറ്റർ. ഒബ്സ്ട്രക്ഷൻസിന്റെ ഹൈറ്റ് 1.5 മീറ്റർ ആൻഡ് 10 മീറ്റർ. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ കാറ്റഗറി നമുക്ക് ഒരു വില്ലേജിലെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ കാണാം. ആ ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി 2 എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സ്മോൾ ടൗൺ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന ബിൽഡിങ്ങുകളാണ് കാറ്റഗറി 2 വരുന്നത് അല്ലെ. നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന നമ്മുടെ നാട്ടിലെ വില്ലേജുകളിൽ കാണപ്പെടുന്ന
ചെറിയ ചെറിയ ബിൽഡിങ്ങുകളിലാണ് ഈ ഒരു ടൈപ്പ് കാറ്റഗറി വരിക അല്ലെ. 1.5 മീറ്റർ നമ്മുടെ ബിൽഡിങ്ങുകൾ നോർമലി ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ നാടുകളിലുള്ളൂ. അപ്പോൾ 3 സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്ററിനേക്കാളും താഴെ ആയിരിക്കും അതിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പ് കാറ്റഗറിയാണ് ടെറൈൻ ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ കാറ്റഗറി 3, ടെറൈൻ വിത്ത് ന്യൂമറസ് ക്ലോസ്ലി സ്പേസ്ഡ് ഒബ്സ്ട്രക്ഷൻ. ഒരുപാട് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് ഹാവിംഗ് ദ സൈസ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചർ അപ് ടു 10 മീറ്റർ ഹൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ഫീ ഐസൊലേറ്റഡ് ടോൾ സ്ട്രക്ചർ. അതായത് അതിന്റെ ചുറ്റുപാടും ഒരുപാട് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഒബ്സ്ട്രക്ഷന്റെ ഒക്കെ ഹൈറ്റ് 10 മീറ്റർ വരെ വരാം. കൂടാതെ അതിൽ എന്താവാം, കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യാം, ഹെവി ഹൈറ്റ് ഉള്ള, നല്ല ഹൈറ്റ് ഉള്ള, ടോൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും അതിന്റെ ഇടയ്ക്ക് വരാം. കാണാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എല്ലാതെയും ഇരിക്കാം. അത്തരം കേസുകളാണ് കാറ്റഗറി 3. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ടൗൺ മാറി, വില്ലേജ് ടൗൺ മാറി ഒരു സിറ്റി അല്ലെ, ഇപ്പൊ മഞ്ചേരി സിറ്റി പോലത്തെ അങ്ങനത്തെ ഒരു ചെറിയ കുറച്ചുകൂടി ക്ലോസ്ലി സ്പേസ്ഡ് ബിൽഡിങ്ങുകളുള്ള ഒരു ഏരിയ ആയിട്ട് മാറി കാറ്റഗറി 3. ഈ കാറ്റഗറി 3 മാത്രമല്ല ഫാക്ടറി ബിൽഡിങ്ങുകൾ. ഓക്കെ, ഫാക്ടറി ഇൻഡസ്ട്രിയൽ ഏരിയകൾ അല്ലെ. ഒരു ഫാക്ടറി ആണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡസ്ട്രി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഡസ്ട്രി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും ഫാക്ടറി ഏരിയകളിലായിരിക്കും. അത്തരം ഏരിയകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഫാക്ടറി ഏരിയകൾ, പാലക്കാട് കഞ്ചിക്കോട് ഏരിയകളിലൊക്കെ, അല്ലെങ്കിൽ അത്തരം ഫാക്ടറി, നമ്മുടെ കേരളത്തിലെ ഫാക്ടറി ഏരിയകൾ കുറവാണ്, എറണാകുളത്ത് കുറച്ച് ഭാഗങ്ങളിലുണ്ട്, പിന്നെ പാലക്കാട് ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഈ ഫാക്ടറി ഏരിയകളിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ വലിയ ടോൾ ബിൽഡിങ്ങുകൾ അതിന്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഉള്ളൂ, ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത്തരം ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഭയങ്കര ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും ഫാക്ടറി ഏരിയകൾ. അപ്പോൾ നമ്മൾ ഫാക്ടറി ബിൽഡിങ്ങുകളാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റഗറി 3 വരിക. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ആ ക്വസ്റ്റ്യനിൽ കാറ്റഗറി 3 ആണ് വരുന്നത്. കാരണം അതൊരു ഇൻഡസ്ട്രി ബിൽഡിംഗ് ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? ഭയങ്കര ഹെവി ഒക്യുപ്പൻസി, ഭയങ്കര ടോൾ സ്ട്രക്ചേഴ്സും അല്ലെ, ഭയങ്കര ഹെവിലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള, ഹെവിലി ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ടോൾ സ്ട്രക്ചേഴ്സും ഒബ്സ്ട്രക്ഷൻ ആയിട്ട് വരുന്നതാണ് കാറ്റഗറി 4 അല്ലെ. ടെറൈൻ വിത്ത് ന്യൂമറസ് ലാർജ് ഹൈ ക്ലോസ്ലി സ്പേസ് അല്ലെ. അപ്പോ നാലാമത്തെ കാറ്റഗറിയിൽ എന്താണ്? ഒരുപാട് എണ്ണം ഉണ്ട്, വലിയതുമാണ് ഒബ്സ്ട്രക്ഷൻസ് ബിൽഡിങ്ങുകൾ. ഒബ്സ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ എന്ത് ഒബ്സ്ട്രക്ഷൻസോ ആവാം, നോർമലി നമ്മൾ ബിൽഡിങ്ങുകളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ കാറ്റഗറി 1 to 4 വരുമ്പോൾ ഒബ്സ്ട്രക്ഷൻ കൂടി വരികയാണ്. മാത്രമല്ല ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റും കൂടി വരികയാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ല, അവിടെ 1.5 മീറ്ററിനേക്കാളും താഴെയാണ് എല്ലാ ഒബ്സ്ട്രക്ഷൻസിന്റെയും ഹൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ. അടുത്ത കേസിൽ കുറച്ചുകൂടി അവിടെയും ഇവിടെ ചെതറി കിടക്കുന്ന ഒബ്സ്ട്രക്ഷൻസ് ആണ്, ക്ലോസ്ലി സ്പേസ്ഡ് അല്ല, പക്ഷെ എന്താണ്, ഹൈറ്റ് കുറച്ചുകൂടി ഉണ്ട്. 1.5 10 മീറ്ററിന് ഇടയ്ക്കുള്ള ഹൈറ്റ് ആണ് ഓരോന്നിനും ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആവറേജ് ഹൈറ്റ് അത്രയാണെന്ന് പറയാം. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, ഒരു ഹെവിലി ഹൈറ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ടോൾ ബിൽഡിങ്സ് ഒന്നുമില്ല, ഒരു 10 മീറ്റർ ഹൈറ്റ് വരെ ആവറേജ് ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒന്നോ രണ്ടോ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവാം, പക്ഷെ എന്താണ്, ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അടുത്ത കേസ് ക്ലോസ്ലി സ്പേസ്ഡും ആണ്, ടോൾ ബിൽഡിങ്സും ആണ് അല്ലെ. അത് നമുക്ക് ഏത് രീതിയിൽ കമ്പയർ ചെയ്യാം? ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റി, ഓക്കെ, ആ രീതിയിൽ മനസ്സിലായി. എല്ലാം ടോൾ ബിൽഡിംഗ്, ഒരുപാട് ഫ്ലാറ്റുകളും ഒരുപാട് ടവറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റിനെ അതുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ഇതാണ് 4 കാറ്റഗറി. ഈ കാറ്റഗറിയുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ IS കോഡിൽ തന്നെ ഉണ്ട്. പിന്നെ കോഡിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, അതിന്റെ പ്രത്യേക തരം ഒരു ഫോണ്ട് ആണ്, വായിച്ചെടുക്കാനൊക്കെ ചിലപ്പോൾ ഒരു അത്ര പ്ലീസിങ് ആവില്ല അതിലെ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡിലും കൂടെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, നോട്ടിലും കൂടെ ഒന്ന് എഴുതുമ്പോൾ അത് ഈസി ആയിട്ട് മാറും. അപ്പൊ ടെറൈൻ ഏതാണ് ചൂസ് ചെയ്യുക? ചില കേസിൽ ക്വസ്റ്റ്യനുകളിൽ ഏത് ടെറൈൻ ആണ്, കാറ്റഗറി ഏതാണെന്ന് പറയാറുണ്ട്. ചില ക്വസ്റ്റ്യനിൽ ഏതാണ് ഇൻഡസ്ട്രി ബിൽഡിംഗ് എന്നോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ കാറ്റഗറി ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിസൈൻ വിൻ സ്പീഡ് കണ്ടുപിടിക്കണം. ഡിസൈൻ വിൻ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 K2 K3 into VB ആണ്. അതിൽ K1 നമ്മൾ റിസ്ക് കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആദ്യം ഡിസ്കസ് ചെയ്തു. അടുത്തത് ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ അല്ലെങ്കിൽ K2 ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് 3 കാര്യങ്ങൾ നമുക്ക് അറിയണം. ഒന്ന് സൈസ് അറിയണം, കാറ്റഗറി അറിയണം, ക്ലാസ് അറിയണം. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്, സൈസ് അല്ല, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് നമുക്കറിയാം. പിന്നെ കാറ്റഗറി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ക്ലാസ് ഓഫ് ബിൽഡിംഗ് അല്ലെ. ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ബിൽഡിംഗ് IS കോഡ് പ്രകാരം 3 ക്ലാസ്സുകളാണുള്ളത്. ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ സൈസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും സൈസ്. ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ ഏരിയ ഇങ്ങനെയാണെങ്കിൽ
ഏറ്റവും ലോങ്ങസ്റ്റ് ഡയമെൻഷൻ ഏതാണോ പ്ലാൻ ഏരിയയിൽ, അതുപോലെ തന്നെ ഹൈറ്റിലും, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ്. അപ്പോൾ 3 ഡയമെൻഷനിലും, ഹൊറിസോണ്ടലും വെർട്ടിക്കലും, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിൽ തന്നെ 2 ഡയമെൻഷൻ ഉണ്ടാവില്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. ഈ 3ഉം കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ വാല്യൂ? ഉദാഹരണത്തിന് 20 മീറ്റർക്ക് 40 മീറ്റർ നീളമുള്ള ഒരു ബിൽഡിംഗ്, 20 മീറ്റർ വീതി 40 മീറ്റർ നീളമുള്ള ബിൽഡിംഗ്, അതിന്റെ ഹൈറ്റ് 10 മീറ്റർ ആണ്. അപ്പൊ ഇതിലെ മാക്സിമം ഡയമെൻഷൻ എത്ര? 40 മീറ്റർ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ മാക്സിമം ഡയമെൻഷന്റെ വാല്യൂ 20 മീറ്ററിനേക്കാളും കുറവ് വരുന്നതാണ് ക്ലാസ് എ, 20ക്കും 50ക്കും ഇടയ്ക്ക് വരുന്നതാണ് ക്ലാസ് ബി, 50ക്ക് മുകളിൽ വരുന്നതാണ് ക്ലാസ് സി. എളുപ്പമാണ്, 3 ക്ലാസ്സുകൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. 20 മീറ്റർ മാക്സിമം ഡയമെൻഷൻ ഓഫ് ദി ബിൽഡിംഗ് 20 മീറ്ററിനേക്കാളും കുറവ് വരുന്നതാണ് ക്ലാസ് എ, 20ക്കും 50ക്കും ഇടയ്ക്ക് വരുന്നതാണ് ക്ലാസ് ബി, 50നേക്കാളും കൂടുതൽ വരുന്നതാണ് ക്ലാസ് സി. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ടേബിൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസും കാറ്റഗറി, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാറ്റഗറി പിക്ക് ചെയ്യണം അല്ലെ, ഏത് കാറ്റഗറിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിന്റെ കേസ് ആണെങ്കിൽ കാറ്റഗറി 3 ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. കാറ്റഗറി 3യിൽ നമുക്ക് ക്ലാസ് ഏതാണ് വരുന്നതെങ്കിൽ, ക്ലാസ് എയോ ക്ലാസ് എ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു കോളത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഹൈറ്റ് എത്രയാണ്? ഇപ്പൊ 20 മീറ്റർ ആണ് ഹൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ 1.01. അങ്ങനെയാണ് ഇത് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ നമ്പർ 2. ഇതിലുള്ള ഓൾമോസ്റ്റ് ഒരുപാട് ടേബിളുകൾ ഉണ്ട്. IS 875 പാർട്ട് 3യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഒരുപാട് പേജുകളുണ്ട്, ഒരുപാട് ടേബിളുകളുണ്ട്. അപ്പൊ ടേബിൾ നമ്പർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ടേബിൾ 1ഉം 2ഉം നമുക്ക് ഇപ്പോൾ ആവശ്യം വന്നു. ഇനി ബാക്കി നമുക്ക് നോക്കാം. ടെറൈൻ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ സൈസ് ഫാക്ടർ, അതാണ് K2. ഇനി എന്താണ് അടുത്ത ഫാക്ടർ? ടോപ്പോഗ്രാഫി ഫാക്ടർ അല്ലെ, K3. ടോപ്പോഗ്രാഫി ഫാക്ടർ K3. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സ് ലൈക്ക് റിഡ്ജ്, വാലി, ക്ലിഫ്. ഓക്കെ, അതായത് നമ്മുടെ നിങ്ങൾക്കറിയാം ഒരു മൗണ്ടൈനസ് ആയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, ഒരു മൗണ്ടൈനസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ റിഡ്ജ് പോയിന്റ് ഏതാണ്, വാലി പോയിന്റ് ഏതാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതാണ് റിഡ്ജ് പോയിന്റ്. ഓക്കെ, റിഡ്ജ് പോയിന്റ്, ഇതാണ് വാലി പോയിന്റ് അല്ലെ. ഇങ്ങനെ റിഡ്ജും വാലി പോയിന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും, മൗണ്ടൈനസ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും അല്ലെ. റിഡ്ജ് പോയിന്റും ഇത് വാലി പോയിന്റ്. നമുക്കറിയാം വിൻഡ് സ്പീഡിനെ ഇതിന് വലിയൊരു ഫാക്ടറാണ്. വിൻഡ് സ്പീഡിനെ നിയന്ത്രിക്കുന്നതിൽ, കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നതിൽ ഈ മൗണ്ടനുകൾക്ക് വലിയൊരു ഇതുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ചില നമ്മൾ മൺസൂൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴയുടെ ആ ഒരു വിൻഡ് വരുന്ന സമയത്ത് ചില മൗണ്ടനുകൾ തട്ടി നിന്ന് ആ ഭാഗത്ത് മഴയും, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മഴയില്ലാത്ത അവസ്ഥകളൊക്കെ അറിയാം. നമുക്ക് കേരളത്തിന്റെ തമിഴ്നാടിന്റെ ഒരു കേസ് അങ്ങനെയാണ്. പാലക്കാട് റീജിയനിൽ അല്ലെങ്കിൽ നമ്മളെ ഈസ്റ്റേൺ സൈഡിൽ, കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡിൽ വരുന്ന സഹ്യപർവ്വതം ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നതും നേരെ ഓപ്പോസിറ്റ് തമിഴ്നാടിൽ മഴ ലഭിക്കാതിരിക്കുന്നു അല്ലെ. അത് വിൻ സൈഡ് ആണ്, മറ്റേത് ലീൻ സൈഡ് ആണ്. അറബിക്കടലിൽ നിന്ന് വീശുന്ന കാറ്റുകൾ സഹ്യപർവ്വതത്തിൽ തട്ടിയിട്ട് ആണ് ഇവിടെ മഴ പെയ്യുന്നത്. അതേസമയം ഈ ബ്ലോക്ക് ആയതുകൊണ്ട് അപ്പുറത്ത് മഴ പെയ്യുന്നില്ല. അപ്പോൾ ഈ വിൻഡിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്നതിൽ ഇത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു റിഡ്ജ് വരുന്ന പോർഷനുകളിൽ നമുക്ക് എന്താണ്, ഹെവി സ്പീഡ് ചിലപ്പോൾ അത് കൂടാനാണ് ചാൻസ്. എന്നാൽ വാലി വരുവാണെങ്കിൽ ആ കാറ്റിന്റെ സ്പീഡ് ഇത് കുറക്കാൻ വാലി പോയിന്റ്സ് കാരണമാണ്. ഓക്കെ, അപ്പൊ അതാണ്, നമുക്കത് കൂടുതൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. K3യുടെ വാല്യൂ, the effect of topography will be insignificant at site when the upwind slope theta is greater than 3 degree. അപ്വിൻഡ് സ്ലോപ്പ്, അപ്വിൻഡും ഡൗൺ വിൻഡ്. അപ്വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് വരുന്ന ഡയറക്ഷൻ, അതായത് വിൻഡ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ് അപ്പ് വിൻഡ്. ഡൗൺ വിൻഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് വരുന്ന ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ് ഡൗൺ വിൻഡ്. ഓക്കെ, അപ്പോ അത് ആ അപ്പ് വിൻഡ് ആംഗിൾ അല്ലെങ്കിൽ അപ്പ് വിൻഡിന്റെ സ്ലോപ്പ് 3 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ടോപ്പോഗ്രാഫി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ല 3 ഡിഗ്രിക്ക് താഴെ K3ന്റെ വാല്യൂ 1 ആണ്. നോർമലി നമ്മൾ K3ന്റെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കാറ്. മാത്രമല്ല 3 ഡിഗ്രിക്ക് മുകളിലും K3ന്റെ വാല്യൂ മാക്സിമം വാല്യൂ 1.36 വരുന്നുള്ളൂ. അപ്പൊ വലിയൊരു റേഞ്ച് വേരിയേഷൻ ഇല്ല. അതുകൊണ്ട് നോർമലി നമ്മൾ K3യുടെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കാറ്. അത് ഹൈസ്കൂളിൽ തന്നെ പറയുന്നുണ്ട്.
പേജ് 12 എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പേജ് 12 ടോപ്പോഗ്രാഫി K3 ഫാക്ടർ ഇവിടെ ഒരു സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അപ്പൻഡിക്സ് സി എന്ന് പറയുന്നതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റേഞ്ച് 1 to 1.36 അതായത് 3 ഡിഗ്രിനേക്കാൾ കൂടുന്ന കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നോർമലി K3യുടെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, കാരണം ഇതിന്റെ റേഞ്ച് അധികം വരുന്നില്ല. 1.3 മാക്സിമം പോയാൽ 1.36 വരുന്നുള്ളൂ. അതും അപ്പിന്റെ സ്ലോപ്പ് ഹെവി ആയിട്ട് വരുന്ന കേസിലാണ്. നമുക്ക് അത്തരം കേസുകൾ പ്രാക്ടിക്കൽ കേസിൽ വരാറില്ല എന്നുള്ളതാണ്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ K3 ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ 3 ഡിഗ്രിക്ക് താഴെ K3 1 ആണ് നമ്മൾ പറഞ്ഞു. ഇനി K1 K2 K3 കിട്ടി കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈഡ് ബൈ VB ബേസിക് വിൻഡ് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ വിൻഡ് സ്പീഡിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ബേസിക് വിൻഡ് സ്പീഡ് കണ്ടുപിടിച്ചു, ദെൻ ഡിസൈൻ വിൻഡ് സ്പീഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഡിസൈൻ വിൻഡ് പ്രഷർ. ഡിസൈൻ വിൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ അതിനും ഇക്വേഷൻ അവിടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. PD ഈക്വൽ ടു 0.6 VZ സ്ക്വയർ. PD ഈക്വൽ ടു 0.6 VZ സ്ക്വയർ. ഇത് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. Design wind pressure PD equal to 0.6 VZ square, where PD is the design wind pressure in Newton per meter square, VZ in meter per second. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു എംപിരിക്കൽ റിലേഷൻ ആണ്. കാരണം PDന്റെ വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും VZ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് വരേണ്ടത്. പക്ഷേ ഇത് ഒരു യൂണിറ്റ് വൈസ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. ഇത് കുറച്ച് കോഎഫിഷ്യന്റ് ഒക്കെ കൊടുത്തിട്ടുള്ള എംപിരിക്കൽ റിലേഷൻ ആണ്. അപ്പൊ യൂണിറ്റുകൾ ആസ് സച്ച് തന്നെ പുട്ട് ചെയ്യണം. ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ യൂണിറ്റ് പുട്ട് ചെയ്യണം. അല്ലാതെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് തെറ്റിപ്പോകും. ഓക്കെ, നമുക്ക് നോർമലി അങ്ങനത്തെ പ്രശ്നം വരാറില്ല. മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ VZ കണ്ടുപിടിക്കാറ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓക്കെ, 0.6 VZ സ്ക്വയർ. ഓക്കെ, IS കോഡിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ IS കോഡ് പേജ് നമ്പർ 12. പേജ് നമ്പർ 12 ഇതാണ് 0.6 VZ സ്ക്വയർ ഡിസൈൻ വിൻഡ് പ്രഷർ. ഓക്കെ, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ചൂസ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ? ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വിൻഡ് ലോഡിലെ ഡിസൈൻ വിൻഡ് ലോഡ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഡിസൈൻ വിൻഡ് ലോഡ് ഓൺ റൂഫ് PD ഈക്വൽ ടു PD അല്ലെങ്കിൽ സോറി, വിൻഡ് ലോഡ് ഓൺ റൂഫിന് PD എന്നുള്ള നൊട്ടേഷൻ ഇല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്. നൊട്ടേഷൻ PD ഇല്ല. F എന്ന് നൊട്ടേറ്റ് ചെയ്യാറ് നമ്മൾ. നോർമലി F എന്ന് നൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നൊട്ടേറ്റ് ചെയ്തിട്ട് IS കോഡ് ആ നൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. PD എന്ന് പറയുന്നത് ആക്ച്വലി F എന്നാണ് IS കോഡ് നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നൊട്ടേഷൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ PD എന്നല്ല, PD ഡിസൈൻ വിൻഡ് പ്രഷർ ആണ്. ഇവിടെ തെറ്റിയതാണ്. സ്ലൈഡിൽ റെഡിയാക്കാം. ഓക്കെ, F ഈക്വൽ ടു CPE മൈനസ് CPI ഇൻറ്റു A ഇൻറ്റു PD. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ടേമുകൾ നോക്കാം. ഈ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പേജിൽ തന്നെ പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. F equal to CPE minus CPI into A into PD. ഓക്കെ, അപ്പോൾ നമുക്ക് PD വരെ കിട്ടി. PD കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിൻഡ് ലോഡ് ഓൺ ഇൻഡിവിജ്വൽ എലമെന്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓരോ എലമെന്റിലും നമ്മൾ എങ്ങനെയാണ് വിൻഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ്. നമുക്ക് നമ്മുടെ എയിം എന്തായിരുന്നു? ഡെഡ് ലോഡും ലൈവ് ലോഡും വിൻഡ് ലോഡും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് CPE, എന്താണ് CPI,
എ എന്താണ്, പി ഡി എന്താണ്. പി ഡി നമുക്ക് കിട്ടിയില്ല, ഡിസൈൻ വിൻഡ് പ്രഷർ. CPE ആൻഡ് CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യൻസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് CPE ഈസ് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്, CPI ഈസ് ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്. എ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ദ എലമെന്റ്. ഏത് എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ സർഫസ് ഏരിയ. PD ഡിസൈൻ വിൻഡ് പ്രഷർ. അപ്പൊ ഇനി നമുക്ക് അടുത്ത എയിം എന്താണ്, ഈ CPEയും CPIയും കണ്ടുപിടിക്കുക. കോഎഫിഷ്യന്റ്, എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റും ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്. നമുക്കറിയാം, ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നമ്മളൊരു നോർമലി ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫ് ഉള്ള ഒരു ബിൽഡിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ എത്രത്തോളം ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് വിൻഡ് ഉണ്ട് എന്നുള്ളതും എത്രത്തോളം ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് വിൻഡ് ഉണ്ട് എന്നുള്ളതും ഇതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള കോഎഫിഷ്യന്റ് ആണ് CPEയും CPI. CPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ പ്രഷർ, CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്, CPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതും കണ്ടുപിടിക്കാൻ നമുക്ക് IS കോഡിന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോ IS കോഡ് നിങ്ങൾ പാർട്ട് 3 875 പാർട്ട് 3 എടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് നമ്പർ 13 ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് ടേബിളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് സ്ട്രക്ചറിനും, അതായത് റൂഫ് മാത്രമല്ല, ഫ്ലോറ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ, വാട്ടർ ടാങ്കുകൾ, ഇങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സിനും വരുന്ന അതിന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുള്ള ടേബിളുകളാണ്. ഈ ഒരു IS കോഡിൽ മേജർ ആയിട്ടും ഈ പ്രഷർ കോഎഫിഷ്യന്റ് ടേബിളുകളാണ് ഉള്ളത്. ഒരുപാട് ടേബിളുകൾ അതിലുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ടേബിൾ 5. ടേബിൾ 5 നമ്മൾ സ്ലോപ്ഡ് റൂഫുകളുടെ കേസിൽ വരുന്നതാണ്. നമ്മൾ നോർമലി സ്ലോപ്ഡ് റൂഫുകൾക്കാണല്ലോ ഈ ട്രസ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്ഡ് റൂഫുകളുടെ കേസിൽ ഏതാണ് വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് ടേബിൾ 5. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷേപ്പ് ഓഫ് റൂഫ്, സൈസ് ഓഫ് ബിൽഡിംഗ്, സ്ലോപ്പ് ഓഫ് റൂഫ്, വിൻഡ് ആംഗിൾ, വിൻഡ് വരുന്ന ആംഗിൾ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും വാല്യൂസ് പിക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഈ ടേബിൾ. ഓക്കെ, ടേബിൾ 5, പേജ് നമ്പർ 16, പേജ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ, പേജ് നമ്പർ 16, ടേബിൾ 5, IS 875 പാർട്ട് 3. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ബിൽഡിംഗ് ഹൈറ്റ് റേഷ്യോ H/W റേഷ്യോ കൊടുത്തിട്ടുണ്ട്, റൂഫ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ W എന്ന് പറയുന്നത് സ്പാൻ ആണ് കേട്ടോ. H/W സ്പാൻ ആണ്. ഹൈറ്റ് ടു സ്പാൻ റേഷ്യോ ആണ്. റൂഫിന്റെ ആംഗിള്, അത് ആംഗിൾ ഇൻ ഡിഗ്രി, നമ്മളെ സ്ലോപ്പ് ആംഗിൾ അല്ലെ. പിന്നെ വിൻഡിന്റെ ആംഗിൾ, 0 ഉണ്ട്, വിൻഡ് ആംഗിൾ 90 ഉണ്ട്. അപ്പൊ എന്താണ് അത് നമുക്ക് നോക്കാം. EF, GH, EG, FH എന്താണ് സംഭവം നോക്കാം. ഓക്കെ, അതിന് തൊട്ടടുത്തൊരു പേജും കൂടെ ഉണ്ട്. IS കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ടാബിളുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ടാബിളുകളൊക്കെ ഓരോ ടൈപ്പ് സ്ട്രക്ചറിന്റെ ബേസ്, പ്രഷർ കോഎഫിഷ്യന്റ് ഫോർ ഫ്രീ സ്റ്റാൻഡിംഗ് ഡബിൾ സ്ലോപ്ഡ് റൂഫ്, ഇങ്ങനെ ഓരോ ടൈപ്പ് റൂഫുകൾക്കാണ്. നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള റൂഫിന്റെ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ 5. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അടുത്ത പേജിൽ തന്നെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലോപ്ഡ് റൂഫിന്റെ പ്ലാൻ ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്ലോപ്ഡ് റൂഫിന്റെ പ്ലാൻ ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇതാണ് അതിന്റെ റിഡ്ജ് പോർഷൻ, ഇങ്ങോട്ട് സ്ലോപ്പ്, ഇങ്ങോട്ടൊരു സ്ലോപ്പ്. ഓക്കെ, ഇത് ഇവിടെ EF എന്ന് കൊടുത്തിട്ടുണ്ട്, GH എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
വിൻഡ് ആംഗിൾ 0 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യണതാണ്, ഈ ഡയറക്ഷനിൽ സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഡയറക്ഷനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വിൻഡ്വേർഡ് സൈഡും ഉണ്ട്, ലീവേർഡ് സൈഡും ഉണ്ട് അല്ലെ. വിൻഡ്വേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് ആക്ട് ചെയ്യുന്ന സൈഡ് ഏതാണ്? ഇ എഫ് അല്ലെ. ലീവേർഡ് സൈഡോ ജി എച്ച്, വിൻഡ് ആക്ട് ചെയ്യാത്ത സൈഡ് ജി എച്ച് അല്ലെ. അതാണ് വിൻഡ് ആംഗിൾ 0 എന്ന് പറയുന്നത്, ഈ ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഈ ഡയറക്ഷൻ. ഓക്കെ, ഇനി വിൻഡ് ആംഗിൾ 90 എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്, ഈ ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ ആക്ട് ചെയ്യുന്ന വിൻഡ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴുള്ള കേസാണ്. ഓക്കെ, അതിൽ വിൻഡ്വേർഡ് സൈഡ് ഏതായിരിക്കും? ഇ ജി അല്ലെ. ലീവേർഡ് സൈഡോ എഫ് എച്ച്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇ എഫ് ജി എച്ച്, ഇ ജി എഫ് എച്ച്. ഓക്കെ, വിൻഡ് ആംഗിൾ 0 ഡിഗ്രിയിലും വിൻഡ് ആംഗിൾ 90 ഡിഗ്രിയിലും ഓരോ സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എച്ച് ബൈ ഡബ്ല്യൂ കണ്ടുപിടിക്കണം അല്ലെ. എച്ച് ബൈ ഡബ്ല്യൂ 1/2 കുറവാണെങ്കിൽ ഈ കേസ് എടുക്കണം. 1/2ക്കും 3/2ക്കും അടക്കുകയാണെങ്കിൽ, അതായത് 0.5നും 1.5നും അടക്കുകയാണെങ്കിൽ ഈ ഒരു കോളം, സോറി, ഈ ഒരു റോ കൺസിഡർ ചെയ്യണം. അതിനും കൂടുതലാണെങ്കിൽ ഈ ഒരു റോ കൺസിഡർ ചെയ്യണം അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ രണ്ട് ടേബിളാണ് നോക്കുന്നത്, ഈ രണ്ട് കോളംസ്. ഓക്കെ, അതിൽ തന്നെ നമ്മളെ വിൻഡ് ആംഗിൾ 0ക്കും വിൻഡ് ആംഗിൾ 90ക്കും നമുക്ക് എല്ലാ പോസിബിലിറ്റിയും കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് സി പി ഇയുടെ വാല്യൂ 4 കിട്ടും. വിൻഡ് ആംഗിൾ 0ൽ തന്നെ ഇ എഫിലും ജി എച്ചിലും, ഇ ജിയിലും, വിൻഡ് ആംഗിൾ 90ലും ഇ ജിയിലും എഫ് എച്ചിലും, അങ്ങനെ 4 വാല്യൂ കിട്ടും. അതായത് ഓരോ സ്ലോപ്പ്, നമ്മളിപ്പോ ഒരു നമ്മുടെ റൂഫിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ റൂഫ് ആംഗിൾ 10 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ 10 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് -1.2, -0.4, -0.8, -0.6, ഇങ്ങനെ 4 വാല്യൂസ് കിട്ടും, സി പി ഇയുടെ വാല്യൂസ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 4 വാല്യൂസ് കിട്ടും. അപ്പൊ ഈ കോഎഫിഷ്യന്റിൽ ഇതിന്റെ സൈൻ കൂടെ നോക്കണം. ഈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഓർ മൈനസ് സൈൻ കാണാൻ പറ്റും അല്ലെ. ഇത് നൊട്ടേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സൈന് മനസ്സിലാക്കുന്നത് വിൻഡ് അതിലോട്ട് അടിക്കുന്ന വിൻഡാണ്, ഒരു സ്ട്രക്ചറിലോട്ട് അടിക്കുന്ന വിൻഡിനെയാണ് പോസിറ്റീവ് സൈനിൽ നൊട്ടേറ്റ് ചെയ്യുന്നത്. തിരിച്ചടിക്കുന്നത്, അതായത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ തിരിച്ചെന്നല്ല, ആ സ്ട്രക്ചറിന് എവേ ആയിട്ട് വീശുന്ന കാറ്റുകൾ, അല്ലെങ്കിൽ സ്ട്രക്ചറിലോട്ട് വീശുന്ന സ്ട്രക്ചറിന് എവേ ആയിട്ട് വീശുന്ന കാറ്റുകളാണ് നെഗറ്റീവ് സൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ അതാണ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ സി പി വാല്യൂ നമുക്ക് 4 കിട്ടും അല്ലെ. അപ്പൊ വിൻഡ് ആംഗിൾ 0 കേസ് നമുക്കറിയാം അല്ലെ. വിൻഡ് ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന കേസ്. അതിലേതാണ് വിൻഡ്വേർഡ് സൈഡ്? ഇ എഫ് അല്ലെ. ഇ എഫും ലീവേർഡ് സൈഡ് ജി എച്ചും, വിൻഡ്വേർഡും ലീവേർഡും അല്ലെ, ഇ എഫും ജി എച്ചും. ഓക്കെ, വിൻഡിന്റെ സൈഡും വിൻഡ് തട്ടാത്ത സൈഡും അല്ലെ. അപ്പൊ ഇ എഫും ജി എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് സി പി വാല്യൂ കിട്ടും. ഇനി വിൻഡ് ആംഗിൾ 90 ആകുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാവുമ്പോൾ ഇ ജിയും എഫ് എച്ചും അല്ലെ, ഇ ജിയും എഫ് എച്ചും. അപ്പൊ രണ്ട് സൈഡും അങ്ങനെ 4 വാല്യൂ കിട്ടി. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണ് നമ്മൾ സി പി ഇയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ മാക്സിമം വാല്യൂ നോക്കുമ്പോൾ സൈൻ നോക്കേണ്ട ആവശ്യമില്ല, ഏതാണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം അത് നോക്കിയാൽ മതി. സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ അതാണ് സി പി ഇയുടെ വാല്യൂ, എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലം, വിൻഡ് ലോഡിന്റെ പ്രോബ്ലം ചെയ്യാം. വേറെ 2 പ്രോബ്ലം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. ഇനി ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ്. ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സി പി ഐ, അത് പേജ് നമ്പർ 2736 കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 2736 അവിടെ ടേബിൾ ആയിട്ടല്ല, അത് ഡിസ്ക്രിപ്ഷനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ടേബിൾ ആയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, പേജ് നമ്പർ 27 ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് ഇവിടെ പറയുന്നു. ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് ഇതാണ്, 6.2.3 മുതൽ കംപ്ലീറ്റ് ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് ആണ്. പിന്നെ 36, അതിനിടയ്ക്ക് ഒരുപാട് ടേബിളുകളാണ്, അതുകൊണ്ടാണ് പേജ് നമ്പർ ഇത്ര ഗ്യാപ്പ് വന്നത്. ഓക്കെ, അതിലും ഇങ്ങനെ ഇതിന്റെ വാല്യൂ ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മീഡിയം ഓഫ് ദ ക്ലാഡിംഗ്. ക്ലാഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂഫിന്റെ മുകളിലുള്ള കവറിങ്ങും ആ എൻറ്റയർ സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ റൂഫ് കവറിങ്ങിനെയാണ് ക്ലാഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പെർമിയബിലിറ്റി, അതായത് ആ ഒരു റൂഫ് കവറിങ് എത്രത്തോളം കാറ്റിന് അകത്തോട്ട് കടത്തിവിടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ അകത്തു നിന്നുള്ള പുറത്തോട്ട് കടത്തിവിടുന്നുണ്ട് എന്നതിനാണ്
മീഡിയം എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ സോറി പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പെർമിയബിലിറ്റിയുടെ അളവനുസരിച്ചിട്ടാണ് ഈ CPIയുടെ വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ടൈലാണ് അത് ഓടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാറ്റ് കടത്തില്ല, എനിക്ക് ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും വിൻഡോ റൂഫിൽ തന്നെ ഇപ്പൊ ചിലപ്പോൾ ഡോർമർ വിൻഡോകൾ കൊടുക്കില്ല, അപ്പൊ ആ വിൻഡോയുടെ ഗ്യാപ്പ്, വിൻഡോ അടച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ അകത്ത് പ്രവേശിക്കുന്ന വിൻഡിന്റെ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന വിൻഡിന്റെ തോതനുസരിച്ചിട്ടാണ് ഒരു ക്ലാഡിങ്ങിന്റെ പെർമിയബിലിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ടേബിൾ ഉണ്ട്, നമ്മൾ ടേബിൾ ആയിട്ട് കൊടുത്തേക്കാണ്. 0 പെർമിയബിൾ, നോർമൽ പെർമിയബിൾ, മീഡിയം പെർമിയബിലിറ്റി, ലാർജ് പെർമിയബിലിറ്റി. ഇതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ടേം ആയിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 പെർമിയബിലിറ്റി ആണെങ്കിൽ 0 ആണ് CPIയുടെ വാല്യൂ, നോർമൽ ആണെങ്കിൽ +or-0.2, മീഡിയം ആണെങ്കിൽ +or-0.5, ലാർജ് ആണെങ്കിൽ +or-0.7. അപ്പോൾ പ്ലസ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പെർമിയബിലിറ്റിക്ക് രണ്ട് വാല്യൂ ഉണ്ട്, +0.5 ഉണ്ട്, -0.5 ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതാണ് പെർമിയബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇന്റേണൽ പ്രഷർ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിൻ ലോഡ് ഓൺ റൂഫ് ട്രസ് കഴിഞ്ഞു. നമ്മൾ കണ്ടുപിടിക്കും CPE കിട്ടി, CPI കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, CPE - CPI × A × PD ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൂഫ് ട്രസ്സിൽ ആക്ട് ചെയ്യുന്ന വിൻ ലോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, CPE - CPI × A × PD. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഞാൻ ഇത്രയും പറഞ്ഞു പോകണം എന്താ വെച്ചാൽ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ 2 പ്രാവശ്യം പറയുന്ന ഒരു എഫക്ട് കിട്ടും. അതുകൊണ്ടാണ് ആദ്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. ഓക്കെ, CPE നമുക്ക് കിട്ടി. നമ്മൾ 4 വാല്യൂസിൽ നിന്നും ഏതാണോ ഹയർ മാഗ്നിറ്റ്യൂഡുള്ള വാല്യൂ എടുത്തു. CPIക്ക് 2 വാല്യൂ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ രണ്ടും ഇട്ട് നോക്കാം. രണ്ടും ഇവിടെ കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ 0.2 ആണ് കിട്ടിയതെങ്കിൽ +0.2 -0.2 എടുത്തിട്ട് ഇതിൽ ഏതാണോ ഹയർ വാല്യൂ അത് നമ്മൾ എടുക്കണം. ഏതാണ് വെച്ചിട്ടാണോ ഹയർ കിട്ടുന്നത്. CPE - CPIയുടെ വാല്യൂ ഹയർ എപ്പോഴോ ആകുന്നത് അപ്പോഴാണല്ലോ Fന്റെ വാല്യൂ ഹയർ ആകും. അപ്പൊ ഹയർ ഏതാണോ കിട്ടുന്നത് അത് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ നോക്കണം. CPEയും CPIയുടെ വാല്യൂ നമ്മൾ 2 വാല്യൂ ഉള്ളതുകൊണ്ട് 2 CPE - CPI 2 വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൽ ഏതാണോ ഹയർ, ഹയർ ഇൻ ദ സെൻസ് മാഗ്നിറ്റ്യൂഡിൽ ഹയർ ആണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏരിയ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിവേ, PD നമ്മൾ കണ്ടുപിടിച്ച്. PD ആണ് കിട്ടിയത്. ആദ്യം ബേസിക് വിൻ സ്പീഡ് കണ്ടുപിടിച്ച് VB. അതിൽ നിന്ന് ഡിസൈൻ വിൻ സ്പീഡ് ആണ് കണ്ടുപിടിക്കുക. ഡിസൈൻ വിൻ സ്പീഡ് VZ = K1 K2 K3 × VB. പിന്നെ ഡിസൈൻ വിൻ ലോഡ് അല്ലെങ്കിൽ വിൻ പ്രഷർ, ഡിസൈൻ വിൻ പ്രഷർ അല്ലേ? ഡിസൈൻ വിൻ പ്രഷർ എന്ന് പറഞ്ഞാൽ PD ആണ് കണ്ടുപിടിക്കുക 0.6 VZ². ആദ്യം VB കണ്ടുപിടിക്കുക, പിന്നെ VZ കണ്ടുപിടിക്കുക, പിന്നെ 0.6 VZ² ചെയ്താൽ PD കിട്ടി. PD കിട്ടിക്കഴിഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ CPE - CPI × APT. ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പകുതി പോർഷൻ ഏകദേശം ഇത് പറയുന്നതോട് കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം, പിന്നെ കുറച്ച് ഡിസൈൻ പാർട്ട് കൂടി ചെയ്യാന്നുള്ളതാണ്. ഡിസൈൻ പാർട്ട് ഞാൻ പറഞ്ഞു, ലോഡുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസെറ്റ് നമ്മൾ എന്താണോ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്ത ബീമിന്റെ ഡിസൈൻ, അതിൽ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആണ്, ആംഗിൾ സെക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അത് ആസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊന്നും ഇനി ഈ ഒരു സെഷനിൽ പഠിക്കാനില്ല. ഇത്രയാണ് ഇതിൽ വരുന്ന പോർഷൻസ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് വിൻ ലോഡിന്റെ പ്രോബ്ലം ചെയ്യാം. അതിന് മുമ്പ് 2 ചെറിയ പ്രോബ്ലംസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നേരത്തെ ഡെഡ് ലോഡും ലൈവ് ലോഡും എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. എനിവേ, നമുക്ക് നിങ്ങൾ മൊഡ്യൂൾ ചൂസ് ചെയ്യുമ്പോൾ, അതാണ് പറയാൻ വിചാരിച്ചത്, പെട്ടെന്ന് വിട്ടുപോയി. മൊഡ്യൂൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു മൊഡ്യൂൾ 4 കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്ന അറിയില്ല. കുറച്ച് വാല്യൂസ് പിക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും മൊഡ്യൂൾ 4 എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണായിരിക്കും നന്നാവാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഇതിൽ നിന്ന്
ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്ര വാസ്റ്റ് അല്ല, സ്ഥിരമായിട്ട് ചില ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, നമുക്ക് രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്യാം. സിമ്പിൾ ആണ്. Calculate the live load on the roof if the angle of pitch is 18 degree. Okay, calculate the live load on the roof if the angle of pitch is 18 degree. നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കാം ലൈവ് ലോഡ്. sin 50 minus 20 into theta minus 10 degree അല്ലേ? എളുപ്പമാണ്. തീറ്റ 10 ഡിഗ്രിനേക്കാളും താഴെ ആയിരുന്നെങ്കിൽ sin 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. 10 ഡിഗ്രിക്ക് മുകളിലാവുമ്പോൾ ഓരോ ഡിഗ്രി ഇൻക്രീസിനും എന്ത് ചെയ്യണം? 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് sin 50 എന്ന് കുറക്കണം അല്ലേ? sin 50 minus 20 into 18 minus 10. ഓക്കെ, ദാറ്റ് ഈസ് 590 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ ലൈവ് ലോഡ് ഓൺ ദ റൂഫ് ട്രസ്, റൂഫ് ആൻഡ് ട്രസ്. നേരത്തെ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ലൈവ് ലോഡ് ഓൺ ദ റൂഫ് ആണ്. ഇവിടെ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ലൈവ് ലോഡ് ഓൺ ദ റൂഫ് ആൻഡ് ട്രസ് ഇഫ് സ്ലോപ്പ് ഈസ് 24 ഡിഗ്രി. ഓക്കെ, ഇവിടെ പിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് ആംഗിൾ ആണ് അല്ലെ? ആംഗിൾ ആയിട്ട് തന്നിരുന്നെങ്കിൽ നേരത്തെ, അല്ലെങ്കിൽ പിച്ച് എന്താണ്? റൈസ് ബൈ സ്പാൻ ആണ്. ഇവിടെ ആംഗിൾ ആയിട്ട് തന്നുകൊണ്ട് ഇവിടെ ഈ സ്ലോപ്പ് ആംഗിൾ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ തീറ്റ 24 ആണ്. അപ്പൊ നമുക്ക് എന്തായാലും sin 50 ന്ന് എന്ത് ചെയ്യണം? 14 into 20 കുറക്കണം അല്ലെ? sin 50 into 20 into theta minus 10, 24 minus 10, that is 470 Newton per meter square. Okay. ലൈവ് ലോഡ് ഓൺ ട്രസ് റൂഫ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ലൈവ് ലോഡ് ഓൺ ട്രസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 2/3 ഓഫ് ലൈവ് ലോഡ് ഓൺ റൂഫ്, ദാറ്റ് ഈസ് 2/3 into 470, that is 313.33. ഓക്കെ ആണോ? ഇതാണ് ലൈവ് ലോഡിന്റെ കാൽക്കുലേഷൻ. നമുക്കൊരു പ്രോബ്ലം കംപ്ലീറ്റ് ലോഡുകൾ ചെയ്യുന്നത് ആണ് അടുത്ത് ചെയ്യാനുള്ളത്. അതിന്റെ ഡെഡ് ലോഡ് ലൈവ് ലോഡ് ഒന്ന് ചെയ്യാം, ബാക്കി വിൻ ലോഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഇതാണ്. ഇതിന്റെ ഡെഡ് ലോഡ് ലൈവ് ലോഡ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം, വിൻ ലോഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിൻ ദ ഡിസൈൻ ലോഡ് ഓൺ എ റൂഫ് ട്രസ് ഫോർ എ ഫാക്ടറി ബിൽഡിംഗ് ഫോർ എ സ്പാൻ ഓഫ് 20 മീറ്റർ. ഒരു ഫാക്ടറി ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പാൻ 20 മീറ്റർ ആൻഡ് പിച്ച് ഓഫ് 1.5 sorry 1/5 sorry 1/5. The height of truss at eaves level is 10 meter. Eave level ഉള്ള ഹൈറ്റ് 10 മീറ്റർ ആണ്. Spacing of truss 4.5 meter. The factory building is 36 meter long. Located at Delhi. Provide AC sheet. ഇവിടെ ഒരു ഈവ് ലെവൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒരു റൂഫ് ട്രസിന്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷൻ ആണ് ഈ ലെവൽ, ഈവ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും EVE എന്ന് മാത്രം കാണാറുണ്ട്. അത് ആക്ച്വലി മിസ്റ്റേക്ക് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. EVE അപ്പോസ്ട്രോഫി S എന്ന് കാണാറുണ്ട്, ഈവ്സ് ലെവൽ എന്ന് കാണാറുണ്ട്. ആക്ച്വലി ഇത് ഈവ് ലെവലാണ്. അതിന്റെ ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ലെവൽ അറ്റ് ഈ ലെവൽ ഈസ് 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് 10 മീറ്റർ ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ? അതായത് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ പറയില്ല. അതെ, ഓക്കെ. ഇപ്പൊ സ്പാന് 20 മീറ്റർ ആണ്, പിച്ച് 1/5, ഹൈറ്റ് അറ്റ് ഈ ലെവൽ 10 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. സ്പേസിംഗ് ഓഫ് ട്രസ് എത്രയാണ്? 4.5 മീറ്റർ. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താണ് ആക്ച്വലി ഓരോ ട്രയാങ്കുലർ ട്രസ്സുകളും തമ്മിലുള്ള സ്പേസിംഗ് അടുത്ത് ഇവിടെ ഉണ്ടാവും അല്ലെ? ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ, അതിന് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് സ്പേസിംഗ്. ഓക്കെ, നേരത്തെ പറഞ്ഞാണ്. അത് 4.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. മാക്സിമം ഡയമെൻഷൻ ഓഫ് ദി ബിൽഡിംഗ്, അതാണ് ഇവിടെ 36 മീറ്റർ ലോങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വേറെ ഡയമെൻഷൻ ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് അത് മാക്സിമം ആയിട്ട് എടുക്കാം. AC ഷീറ്റിംഗ് ആണ്, GI ഷീറ്റിംഗ് അല്ല, ആസ്പെറ്റോ സിമന്റ് ഷീറ്റ് ആണ്. ലൊക്കേഷൻ ഡൽഹി. ഡെഡ് ലോഡ് സൾഫേറ്റ് ഓഫ് AC ഷീറ്റിംഗ് നമുക്കറിയാം 170 to 200 ആണ് നമ്മൾ നോർമലി എടുക്കുക. നമുക്ക് 200 ന്യൂട്ടൺ പെർ മീറ്റർ എടുക്കാം. സൾഫേറ്റ് ഓഫ് പർലിന് എത്ര എടുക്കാം? 100 to 120 ആണ് നമ്മുടെ റേഞ്ച് പറഞ്ഞത്. നമുക്ക് 100 എടുക്കാം. അത് 120 എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 എടുക്കും. ഓക്കെ, സൾഫേറ്റ് ഓഫ് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്ട്രാ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. രണ്ട് ട്രസ്സുകളെ നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്രേസിങ്സ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, അത് പർലിൻസ് ഓൾറെഡി അതിന്റെ മുകളിൽ വരുന്നതുകൊണ്ട് കണക്റ്റഡ് ആണ്. എന്നാൽ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ലോഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.
then self weight of truss നമ്മൾ പറഞ്ഞു 10 into L/3 plus 5 into S/4. അതിൽ L span, S എന്താണ് spacing of the truss അല്ലേ. 10 into 20/3 plus 5 into 4.5 divided by 4, that is 131.25 Newton per meter square അല്ലേ. അപ്പോൾ എന്താണ് ടോട്ടൽ ഡെഡ് ലോഡ്? ആദ്യം AC ഷീറ്റിന്റെ മുകളിലുള്ള റൂഫിന്റെ ആയി, തൊട്ട് താഴെയുള്ള പർലിൻ്റെതായി, ബ്രേസിങ്സിൻ്റെതായി, താഴെയുള്ള ട്രസ്സിൻ്റെതായി, മൊത്തമായി അല്ലേ. ആ ഒരു റൂഫിംഗ് സിസ്റ്റത്തിന്റെ മൊത്തം ഡെഡ് ലോഡ് ആയി അല്ലേ. അപ്പോൾ ടോട്ടൽ ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡെഡ് ലോഡ് കിട്ടും 200 plus 100 plus 20 plus 131.25 അല്ലേ. that will be equal to 451.25 Newton per meter square. 451.25 Newton per meter square. ഓക്കെ ആണോ? ഇനി ലൈവ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ലൈവ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം തീറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്കറിയാം. ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പിച്ച് തന്നിട്ടുണ്ട്, ഇവിടെ പിച്ച് തന്നിട്ടുണ്ട്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്പാൻ ആണ് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്പാൻ അറിയാം, പിച്ചും അറിയാം. അപ്പൊ അതിൽ നമുക്ക് റൈസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. റൈസ് ഈക്വൽ ടു പിച്ച് ഇൻറ്റു സ്പാൻ. പിച്ച് 1/5 into 20, ദാറ്റ് ഈസ് 4 മീറ്റർ ആണ് റൈസ്. ഇത് 4 മീറ്ററും ഇത് 20 മീറ്ററും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഈ ആംഗിൾ എത്രയായിരിക്കും? tan inverse 4/10 മിഡ് സ്പാൻ വരും അല്ലേ. 4 inverse tan inverse 4/10 10 മീറ്റർ അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യും. തീറ്റ tan inverse റൈസ് ബൈ ഹാഫ് സ്പാൻ, ദാറ്റ് ഈസ് 4/10, ദാറ്റ് ഈസ് 21.8 ഡിഗ്രി. 21.8 ഡിഗ്രി. ലൈവ് ലോഡ് ഓൺ റൂഫ് എത്രയാണ്? 750 minus 20 into theta minus 10, that is 750 minus 20, 21.8 minus 10, that is 514 Newton per meter square. Live load on truss എന്ന് പറഞ്ഞാൽ 2/3 into live load on roof ആണ്. So that is 342.67 Newton per mm square. Okay. നമുക്ക് വിൻ ലോഡ് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ആയില്ലേ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും, ഒന്നുകൂടി നമുക്ക് തറവായിട്ട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ നിന്ന് മാറി ചോദിക്കാൻ ഈ ഒരു പോർഷനിൽ ചാൻസ് ഇല്ല. അപ്പൊ അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ മതി. ഓക്കെ, എനിവേ നമ്മൾ ഡെഡ് ലോഡ് ലൈവ് ലോഡും കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിൻ ലോഡ് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ എക്സാമുകൾ നടത്താൻ നിങ്ങൾ പറഞ്ഞല്ലോ, മൊഡ്യൂൾ 1 ആണ്, വെള്ളിയാഴ്ച നടത്താം, അടുത്ത വെള്ളിയാഴ്ച, ഈ കമ്മിങ് അല്ല, നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, അധികം ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സ്വയം പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതൊരാൾ ചെയ്ത് ഗ്രൂപ്പിലിട്ട് അറിയാത്തതുകൊണ്ടൊന്നുമല്ല അത്, പക്ഷേ നിങ്ങൾ അങ്ങനെ എക്സാക്ട് കോപ്പി ചെയ്തിട്ട് ആരും വെക്കരുത്. പഠിക്കുന്ന കുട്ടികൾ പോലും അതുപോലെ കോപ്പി ചെയ്തിട്ട് എല്ലാവരും സെന്റൻസ്, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവരിലും ഒരേ സെന്റൻസും ഒരേ തെറ്റുകളും ആകുമ്പോൾ ഒരേ മിസ്റ്റേക്ക് ഉണ്ടായാൽ പ്രത്യേകം പെട്ടെന്ന് നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് തന്നെയാണ് ഇത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. നമ്മൾ നോർമലി ഉണ്ടാകുന്ന പോലെ തന്നെ സീരീസിന്റെ മോഡൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരും, ടൈം ഷെഡ്യൂൾ തരും. ആ ടൈമിൽ കഴിഞ്ഞിട്ട് ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതാണ് ചോദിച്ചോ അത് ഉപയോഗിക്കാം. അപ്പോൾ അധികം ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ടൈറ്റ്ലി പാക്ഡ് ആണ് ഈ സമയത്ത്, അതുകൊണ്ട് അറിയാം ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. Okay, anyway, thank you.